അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സമസ്ത കേരളയുടെ മദ്രസയുടെ 5ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിലെ പാദവാർഷിക പരീക്ഷയുടെ ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ്. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഒന്നാമത്തേത് യോജിപ്പിക്കാം. അതിന് നമ്മൾ ഇവർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുമ്പോൾ ഒന്നാമത്തെ നമ്മൾ കാണുന്നത് മരണാന്തരവും നിലനിൽക്കും, പിന്നെ തൗഹീദ്, പിന്നെ അംറു ബിൽ ആസി റളിയല്ലാഹു അൻഹു, പിന്നെ ബഹുദൈവ വിശ്വാസവും, പിന്നെ നദി, പിന്നെ വിശേഷണങ്ങൾ. ഇനി നമ്മൾ ചോദ്യം നോക്കുകയാണെങ്കിൽ ഒന്നാമത്തേത് ഈജിപ്റ്റ് ഗവർണർ. ഈ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൽ ആകെ ഒരാളുടെ പേര് മാത്രമേ ഉള്ളൂ, അതായത് അംറു ബിൽ ആസി റളിയല്ലാഹു അൻഹു എന്നാണ്. രണ്ടാമത്തെ ചോദ്യം നൈൽ. നൈൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതൊരു നദിയാണ്, അതവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അവിടെ നദി എന്ന് എഴുതുക. മൂന്നാമത്തേത് പ്രവാചകന്മാരുടെ മുഅ്ജിസത്ത്. അത് നോക്കുകയാണെങ്കിൽ മരണാന്തരവും നിലനിൽക്കും എന്നാണ് ഈ ഓപ്ഷനിലുള്ളത്. നാലാമത്തേത് ഷിർക്ക്. ഷിർക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് ബഹുദൈവ വിശ്വാസം എന്നാണ്. അഞ്ചാമത്തേത് സിഫാത്ത്. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സംശയം ഉണ്ടായിരിക്കും, എന്നാലും നമുക്ക് ഈ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും എന്താണ് വിശേഷണങ്ങൾ എന്നാണ്. ആറാമത്തേത് ഏകദൈവ വിശ്വാസം, അതായത് തൗഹീദ് എന്നാണ്. നമ്മൾ യോജിച്ചതെല്ലാം അതിൽ നേരെ എടുത്ത് എഴുതിയതിന് ശേഷം രണ്ടാമത്തേതിലേക്ക് പോകുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് പൂർത്തിയാക്കാം എന്നാണ്. ഒരു 5 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ വിട്ടുപോയ ഭാഗം നമ്മൾ പൂർത്തീകരിക്കാം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതിലൊന്നാമത്തേത് മൻ ആദാലി വലിയൻ ഫഖദ് ഡാഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഉത്തരം നോക്കുകയാണെങ്കിൽ മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് എന്നാണ്. അതിൽ രണ്ടാമത്തേത് വ ഇൻ കാനല്ലാഹു യുജിരീകി ഫഅസ്അലുൽ വാഹിദൽ ഖഹാർ. അവിടുത്തെ ഉത്തരം ഐ യുജിരിയക്കി എന്നാണ്. മൂന്നാമത്തേത് നമ്മൾ നോക്കുമ്പോൾ ചൂടിന് പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു തീ ഡാഷ് എന്നാണ് ചോദ്യം. അതിന് ഉത്തരം നമ്മൾ നോക്കുകയാണെങ്കിൽ ചൂടിന് പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു തീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകിയിരുന്നത്. നാലാമത്തേത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂമിയേക്കാൾ എത്രയോ വലിയ ഭീമാകാരമായ ഗോളങ്ങളാണ് ഡാഷ് എന്നാണ് ചോദ്യം. അതിൽ ആൻസർ നമ്മൾ നോക്കുമ്പോൾ ഭൂമിയേക്കാൾ എത്രയോ വലിയ ഭീമാകാരമായ ഗോളങ്ങളാണ് ഓരോ നക്ഷത്രവും എന്നാണ്. ഇതിൽ അഞ്ചാമത്തേത് നമ്മൾ നോക്കുമ്പോൾ വലിയ എന്ന പണ്ഡിതൻ്റെ ബഹുവചനമാണ് ഡാഷ്, അതായത് വലിയ എന്ന പണ്ഡിതൻ്റെ ബഹുവചനമാണ് ഔലിയ എന്നുള്ളത്. അത് കഴിഞ്ഞാൽ അടുത്തത് ചോദ്യം എന്തെന്ന് കഴിഞ്ഞാൽ മുഅ്ജിസത്തിൽ നിന്ന് ഓരോ ഉദാഹരണം എഴുതാം എന്നാണ്. അതിലൊന്നാമത്തേത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതാമെന്നാണ്. ഇവിടെ നമ്മൾക്ക് ഖുർആൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇസ്രാ മിഅ്റാജ് യാത്രകളെക്കുറിച്ച് എഴുതാം, അല്ലെങ്കിൽ ചന്ദ്രനെ പിളർത്തിയ സംഭവം, ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. രണ്ടാമത്തേത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മുഅ്ജിസത്താണ്. അതിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഒരു വടി, അത് നിലത്തിട്ടാൽ ഭീമാകാരമായ ഒരു സർപ്പമാവും, കയ്യിലെടുത്താൽ അത് വീണ്ടും വടിയാകുമെന്നുള്ളത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മുഅ്ജിസത്താണ്. അത് നമുക്കിവിടെ എഴുതാൻ പറ്റും. മൂന്നാമത്തേത് ഈസാ നബി അലൈഹി സ്വലാം അവരുടെ മുഅ്ജിസത്താണ്. ഈസാ നബിയുടെ മുഅ്ജിസത്ത് എന്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിക്ക് നൽകിയിരുന്നു. അത് നമുക്കിവിടെ എഴുതിയാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ നാലാമത്തേതിലേക്ക് വരുമ്പോൾ വ്യക്തമാക്കാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 3 ഇത് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് മുഅ്ജിസത്ത്, രണ്ടാമത്തേത് ഇബാദത്ത്, മൂന്നാമത്തേത് കറാമത്ത്. ഇതിൽ നമ്മൾ ഒന്നാമത്തേത് മുഅ്ജിസത്ത് എന്താണെന്ന് വ്യക്തമാക്കാനാണ് പോകുന്നത്. മുഅ്ജിസത്ത് എന്നാൽ മുർസലുകൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ
ബോധ്യപ്പെടുത്താനുള്ള അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണമായ സംഭവവികാസങ്ങളാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഇതിൽ രണ്ടാമത്തേത് ഇബാദത്ത് എന്നാണ്. ഇബാദത്ത് എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത് കറാമത്ത് എന്നാണ്. കറാമത്ത് എന്നത് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങളാണ് കറാമത്ത് എന്ന് പറയുന്നത്. അതായത് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവവികാസങ്ങളെയാണ് കറാമത്ത് എന്ന് പറയുന്നത്. ഇതിലൊന്നും കൂടി ഉണ്ടായിട്ട് നമ്മൾ പറയാൻ വിട്ടുപോയി, അതായത് അംബിയ മുർസലുകൾ. അംബിയ മുർസലുകൾ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. അതായത് അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ എന്ന് പറയപ്പെടുന്നത്. ഇനി നമ്മൾ അഞ്ചാമത്തേതിലേക്ക് വരുമ്പോൾ ഉത്തരം എഴുതാമെന്നാണ്. ഇതിലാണെങ്കിൽ 2 ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മാജിക്കും മുഅ്ജിസത്തും തമ്മിലുള്ള വ്യത്യാസം എന്ത്? പിന്നെ രണ്ടാമത്തേത്, ഔലിയാക്കൾ എന്ന് പറയുന്നത് ആർക്കാണ്? ഇതിൽ നമ്മൾ ഒന്നാമത്തെ ചോദ്യമായ മാജിക്കും മുഅ്ജിസത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഉത്തരം നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ഉത്തരം, മുഅ്ജിസത്ത് അംബിയ മുർസലുകൾക്ക് മാത്രമേ പ്രകടമാക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ മാജിക്ക് പഠിച്ചവർക്കെല്ലാം അവതരിപ്പിക്കാൻ കഴിയും. അതേപോലെ മാജിക്ക് പരാജയപ്പെടുത്താനും കഴിയുന്ന ഒന്നാണ്. പക്ഷെ മുഅ്ജിസത്ത് ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയില്ല. രണ്ടാമത്തേത്, ഔലിയാക്കൾ എന്ന് പറയുന്നത് ആർക്കാണ്? അതിൻ്റെ ഉത്തരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഔലിയാക്കൾ എന്ന് പറയുന്നത് അള്ളാഹുവിന് സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. അതായത് അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. ഇനി നമ്മൾ ആറാമത്തേതിലേക്ക് വരികയാണെങ്കിൽ ക്രമത്തിലാക്കാം. താഴെ നോക്കുകയാണെങ്കിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുകയാണെങ്കിൽ കൊടുത്തിരിക്കുന്നത് മഹാത്മാക്കൾ, പിന്നെ ഉണ്ടാക്കുന്നതാണ്, പിന്നെ ജീവിതകാലത്തെന്ന, പിന്നെ മരണാന്തരവും, പിന്നെ പോലെ, പിന്നെ കറാമത്തുകൾ. ഇത് നമ്മളൊരു ക്രമത്തിലാക്കി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതകാലത്തെന്ന പോലെ മഹാത്മാക്കൾക്ക് മരണാന്തരവും കറാമത്തുകൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള മദ്രസ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.